സർഫിംഗ് എന്നത് വെറുമൊരു സ്പോർട്ടല്ല, മറിച്ച് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു ഏൻഷ്യന്റ് ട്രഡീഷനാണെന്ന് എത്ര പേർക്കറിയാം. ഒരു സീക്രട്ട് റിച്വലിൽ നിന്നും ഒരു വേൾഡ് വൈഡ് ഫിനോമിനനായി സർഫിംഗ് മാറിയതിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പസഫിക് ഓഷ്യനിലെ പോളിനേഷ്യൻ റീജിയണിലാണ് സർഫിംഗ് ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. വമ്പൻ തിരമാലകളെ കീഴ്പ്പെടുത്തുന്നതിലൂടെ കടൽ ദേവനെ പ്രീതിപ്പെടുത്താൻ സാധിക്കും എന്നായിരുന്നു അവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം. അന്നത്തെ വാറിയേഴ്സ് അവരുടെ ശക്തി പ്രകടിപ്പിക്കാനുള്ള ഒരു ട്രഡീഷനായിട്ടാണ് സർഫിങ്ങിനെ കണ്ടിരുന്നത്. പോളിനേഷ്യയിൽ നിന്നും സർഫിംഗ് ഹുവായിലേക്ക് എത്തിയപ്പോൾ അത് രാജാക്കന്മാരുടെ ഒരു സ്പോട്ടായി മാറി. സർഫിംഗ് ഹി നാലു അഥവാ ദ സ്പോട്ട് ഓഫ് കിങ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഹുവായിൻ ചീഫ്സ് വുഡൻ ബോർഡ്സിൽ 20 അടി പൊക്കമുള്ള തിരമാലകളെ വരെ ദൈവങ്ങളെ പോലെ കീഴടക്കിയിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ ഹുവായിയിൽ യൂറോപ്യൻ മിഷണറീസ് എത്തിയതോടുകൂടി സർഫിംഗ് ഒരു സിൻഫുൾ ആക്ടിവിറ്റിയായി പ്രഖ്യാപിക്കപ്പെടുകയും അന്നത്തെ കാലത്ത് ഓൾമോസ്റ്റ് ഇല്ലാതാകുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ദ ഫാദർ ഓഫ് സർഫിംഗ് എന്നറിയപ്പെടുന്ന ഡ്യൂക്ക് കാഹനമൂക്കു സർഫിങ്ങിനെ പിന്നെയും ഫേമസ് ആക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് സർഫിംഗ് മോഡേൺ കൾച്ചറിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഭാഗമായി മാറി. സർഫിംഗ് ഇപ്പോൾ ഒരു സ്പോർട്ട് എന്നതിലുപരി ഒരു ലൈഫ് സ്റ്റൈലാണ്. മനുഷ്യനെ വേവ്സുമായി കണക്ട് ചെയ്യുന്ന വേ ഓഫ് ലൈഫായ സർഫിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക്